തിളപ്പിക്കുവാനാണോ നോട്ടം? ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും ഒരു പിടി അനുകൂല വിധികൾ സമ്പാദിച്ചിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനായ അശ്വനി കുമാർ ഉപാധ്യായോട് 2023 ഫെബ്രുവരി 27 സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ച ഈ ചോദ്യം ഭാരതത്തിലെ പല സമകാലീന പ്രവണതകളും കാണുന്ന ദേശസ്നേഹികളായവർ ചോദിച്ചു പോകുന്ന സംശയമാണ്. രാജ്യത്തിലെ സുപ്രധാന റോഡുകളുടെയും ചരിത്ര മത ബന്ധമുള്ള മിക്കവാറും സ്ഥലങ്ങളുടെയും പേരുകൾ ഭാരത ചരിത്രത്തിലെ കിരാതരായ പല ഭരണാധികാരികളുടെയും പേരിലായിരിക്കുന്ന സ്ഥിതി മാറ്റണമെന്നും അതിനുവേണ്ടി പുനർനാമകരണ കമ്മീഷനെ നിയോഗിക്കുവാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം കൊടുക്കണം എന്നും അപേക്ഷിച്ചുകൊണ്ടുള്ള ഉപാധ്യായയുടെ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചപ്പോഴാണ് പരമോന്നത നീതിപീഠം ഈ സന്ദേഹം ഉയർത്തിയത്. ചരിത്രം കുഴിച്ച് ഇന്നത്തെ മനുഷ്യനെ അപകടത്തിലാക്കരുത് എന്നായിരുന്നു കോടതിയുടെ ഉപദേശം. ഏതാനും കാലമായി സുപ്രധാനങ്ങളായ പല മന്ദിരങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റുന്നത് എല്ലാ സംസ്ഥാനത്തും തന്നെ ഏതാണ്ട് സാധാരണമായി വരുന്ന കാലത്താണ് പരമോന്നത നീതിപീഠം ഈ ചോദ്യം ഉന്നയിച്ചത്. ഏറെ പ്രബുദ്ധം എന്നവകാശപ്പെടുന്ന കേരളത്തിൽ പോലും നടക്കുന്നുണ്ട് ഇത്തരം പേരുമാറ്റം. കേരള നിയമസഭയുടെ ആദ്യ രൂപമായ ശ്രീമൂലം അസംബ്ലി സമ്മേളനം നടന്നിരുന്ന ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ തിരുവനന്തപുരത്തുള്ള VGT ഹാളിന്റെ പേര് ഇപ്പോൾ ഔദ്യോഗികമായി അയ്യങ്കാളി ഹാൾ എന്നാണ്. എന്തിന്? കോട്ടയം ആസ്ഥാനമാക്കി TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ സ്ഥാപിച്ച ഗാന്ധിജി സർവകലാശാല എന്നത് മഹാത്മാഗാന്ധി സർവകലാശാല എന്നാക്കി. അത് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഭാരതത്തിലെ എത്ര സംസ്ഥാനങ്ങളാണ് അവരുടെ പേരു മാറ്റിയത്? ജില്ലകളുടെയും നഗരങ്ങളുടെയും പേരു മാറ്റിയത്. മദ്രാസ് സംസ്ഥാനം തമിഴ്നാടായി, മൈസൂർ സംസ്ഥാനം കർണാടകയായി, ഇങ്ങനെ എത്രയോ മാറ്റങ്ങൾ. മദ്രാസ് നഗരം ചെന്നൈയായി. ഈ മാറ്റം നടത്തിയത് ദ്രാവിഡ സർക്കാരാണ്. തമിഴ്നാട്ടിലെ എത്രയോ ജില്ലകളുടെ പേരുകൾ ദ്രാവിഡ് നേതാക്കളുടെ പേരിലാക്കപ്പെട്ടു. അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിൽ 2 വൻ നഗരങ്ങളുടെ പേരുകൾ മാറ്റപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനും അഭിഭാഷകനുമായ അശ്വനി കുമാർ ഉപാധ്യായ വിചിത്രമായ ഒരു അപേക്ഷയുമായി കോടതിയിൽ എത്തിയത്. സ്വാതന്ത്ര്യത്തിന്റെ 75 വത്സരം കഴിഞ്ഞിട്ടും ഭാരതത്തിലെ 1000-ലേറെ നഗരങ്ങളും സ്ഥലങ്ങളും വിദേശ ഭരണാധികാരികളുടെ പേരാണ് പേറുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അധിനിവേശക്കാർക്ക് ഭരണഘടനയുടെ സംരക്ഷണം കൊടുക്കരുത്. ഇത്തരം സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ ആർക്കിയോളജിക്കൽ ഇന്ത്യയോട് ആവശ്യപ്പെടാൻ കോടതി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം കൊടുക്കണം. ഇതായിരുന്നു അശ്വനി കുമാർ ഉപാധ്യായയുടെ പ്രാർത്ഥന. കേസ് പരിഗണിച്ച സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് KM ജോസഫ്, ജസ്റ്റിസ് BV നാഗരത്ന എന്നിവർ ഈ ആവശ്യത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചു. ഭാരതത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വത്തിന് നിരക്കാത്തതാണ് ഈ ആവശ്യമെന്ന് അവർ നിലപാടെടുത്തു. കോടതി അനുകൂല നിലപാടിലല്ല എന്ന് മനസ്സിലാക്കിയ ഉപാധ്യായ കേസ് പിൻവലിക്കാൻ തയ്യാറായെങ്കിലും കോടതി സമ്മതിച്ചില്ല. ഉപാധ്യായയുടെ വാദം കേട്ട ശേഷം കേസ് തള്ളിക്കൊണ്ട് വിധി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ച യുധിഷ്ഠിരൻ പോലും സ്ഥലനാമങ്ങളിൽ ഇല്ല. ലോധി, ഗസ്നി, ഗോറി തുടങ്ങിയ ആക്രമികളുടെ എല്ലാം പേരുകളിൽ സ്ഥലമോ നഗരമോ ഉണ്ട്. ഉപാധ്യായ ചൂണ്ടിക്കാണിച്ചു. ഫിറദാബാദ് പോലും ആ നാടിനെ കൊള്ളയടിച്ചവന്റെ പേരിൽ അറിയപ്പെടുന്നു. അവർ കീഴടക്കിയില്ല എന്ന് പറയാനാവുമോ? കോടതി തിരിച്ചു ചോദിച്ചു. ഈ നീക്കത്തിലൂടെ ഭാരതത്തിലെ പ്രത്യേക വിഭാഗത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതായി കോടതി സംശയിച്ചു. ഉപാധ്യായ ചൂണ്ടിക്കാണിച്ച 1000 സ്ഥലങ്ങളും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഭരണാധികാരികളുടെ പേരുകളായിരുന്നു. അധിനിവേശങ്ങൾ ചരിത്രപരമായ സത്യമല്ലേ? അവ എങ്ങനെ മായ്ച്ചു കളയാനാവും? കോടതി ചോദിച്ചു. മതേതര തത്വങ്ങൾക്ക് നിരക്കാത്ത ഹർജി. ഇത് കൂടുതൽ അനൈക്യം ഉണ്ടാക്കും. ചിലരെ കുറിച്ച് മാത്രം പഠിച്ച് സമൂഹത്തെ ആകെ ബാർബേറിയന്മാർ, കിരാതർ എന്ന് വിളിക്കുന്നു. തുടർന്ന് ഹിന്ദുമതത്തിന്റെ മഹത്വത്തെക്കുറിച്ചും കോടതി പറഞ്ഞു. ഹിന്ദുമതം മഹത്തായ ഒരു ജീവിത രീതിയാണ്. അതിൽ മതഭ്രാന്തില്ല. ദാർശനികമായി ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ മതം. അതിനെ ചെറുതാക്കരുത്. പലപ്പോഴും ലോകം നമ്മെ നോക്കുന്നു. കേരളത്തിൽ പള്ളികൾ നിർമ്മിക്കുവാൻ ഹിന്ദുക്കൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. മലയാളിയായ ജഡ്ജി ജോസഫ് ചൂണ്ടിക്കാട്ടി. ഇത്തരം നീക്കങ്ങൾ നടത്തുന്നവർ ഹിന്ദുമതത്തെക്കുറിച്ച് പഠിക്കണം. ഡോക്ടർ S രാധാകൃഷ്ണനെ പോലെയുള്ളവരെ വായിക്കണം. കോടതി ഉപദേശിച്ചു. ഇന്ത്യ മതേതര രാഷ്ട്രമാണ്. കഴിഞ്ഞ കാലത്തിന്റെ തടവിലാകുവാൻ സാധിക്കില്ല. ഹർജി തള്ളിക്കൊണ്ട് കോടതി വിധിച്ചു. ചില്ലറക്കാരനല്ല പരാതിയുമായി സുപ്രീം കോടതിയെ സമീപിച്ച അശ്വനി കുമാർ ഉപാധ്യായ. 1975 ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ജനിച്ച അദ്ദേഹം ചൗധരി ചരൺ സിംഗ് സർവകലാശാലയിൽ നിന്നും നിയമബിരുദം നേടിയ ശേഷം
സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി. നീത ഉപാധ്യായയാണ് ഭാര്യ. അണ്ണാ ഹസാരെ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു. അങ്ങനെ 2012 നവംബറിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി. 2014 മാർച്ചിൽ കേജ്രിവാളുമായി ഉടക്കി. നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള ടിക്കറ്റ് വിതരണത്തിലടക്കം നടന്ന കളികളെ പരസ്യമായി ചോദ്യം ചെയ്തു. 2014 തുറന്ന പോരാട്ടമായി. ഏപ്രിലിൽ കേജ്രിവാൾ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും മാറുന്നതായി ആരോപിച്ചു. ഫോർഡ് ഫൗണ്ടേഷനുമായി അടുത്ത ബന്ധമുള്ളവർക്ക് ടിക്കറ്റ് കൊടുത്തതായി അദ്ദേഹം ആരോപിച്ചു. കേജ്രിവാൾ CIA ഏജന്റ് ആണെന്ന് വരെ പറഞ്ഞു. പാർട്ടി ഉപാധ്യായയെ പുറത്താക്കി. നവംബറിൽ BJPയിൽ ചേർന്നു. 2016 ഡൽഹിയിൽ മദ്യനിരോധനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കേജ്രിവാളിന് കത്തയച്ചു. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ തുടർച്ചയായി പൊതുജന താൽപര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുന്ന സാമൂഹിക പ്രവർത്തകനാണ് ഉപാധ്യായ. 5 വർഷം കൊണ്ട് 50 ഹർജികളുമായി അദ്ദേഹം കോടതിയിലെത്തി. ഒരിക്കൽ ഡൽഹി ഹൈക്കോടതി ചോദിച്ചു, ഉപാധ്യായ കൊടുത്ത കേസുകൾ എത്രയായി? ഉപാധ്യായയുടെ കേസുകൾക്ക് പ്രത്യേക ബെഞ്ച് വേണ്ടിവരുമല്ലോ എന്ന്. 2022 ജൂലൈയിൽ സുപ്രീം കോടതി നർമ്മം കലർത്തി പറഞ്ഞു. സുപ്രധാനങ്ങളായ പല വിധികളും നേടിയ പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ഡൽഹി മുഖ്യമന്ത്രി നിയമസഭയിൽ ആവശ്യത്തിന് വരുന്നില്ല എന്ന് കാണിച്ച് കോടതിയെ സമീപിക്കുവാൻ 2018 കപിൽ മിശ്ര MLA പ്രേരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ലോക് ബില്ലിന്റെ മാതൃകയിൽ ജന ലോക്പാൽ ബിൽ വേണം എന്ന് 2018 അദ്ദേഹം പൊതു താൽപര്യ ഹർജിയിലൂടെ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. 12 സംസ്ഥാനങ്ങളോട് സുപ്രീം കോടതി ഇതേക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം നിരവധി ഹർജികൾ കൊടുത്തു. അതിലൊന്ന്, തെരഞ്ഞെടുപ്പ് അസാധുവാക്കപ്പെട്ടവർക്ക് പുതിയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തണം എന്നതായിരുന്നു. ജാതി, മതം, സമൂഹം എന്നിവ പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവരെ അയോഗ്യരാക്കണം എന്നും അഴിമതി കേസിൽ പ്രതികളായ രാഷ്ട്രീയ നേതാക്കളെ വിസ്തരിക്കുവാൻ പ്രത്യേക കോടതി വേണം എന്നാവശ്യപ്പെടുന്ന ഹർജിയും 2022 ജനുവരിയിൽ സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കാത്ത പാർട്ടികളെ ഡീരജിസ്റ്റർ ചെയ്യണം എന്നാവശ്യപ്പെടുന്ന ഹർജിയും കൊടുത്തു. 2022 ജൂലൈയിൽ ഓരോ പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകൾക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നൈയാമിക ബാധ്യത ഏർപ്പെടുത്തണം എന്ന ഹർജിയുമായും കോടതിയെ സമീപിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്ക് 2000 രൂപയിലധികം സംഭാവന കൊടുക്കുന്നത് വിലക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചപ്പോൾ ഇത്തരം അർത്ഥരഹിതമായ പരാതിയുമായി വന്നാൽ പൊതു താൽപര്യ ഹർജിയുമായി വരുന്നതിൽ നിന്നും അദ്ദേഹത്തെ വിലക്കും എന്ന് കോടതി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളെ ദേശീയ അടിസ്ഥാനത്തിലല്ല സംസ്ഥാന അടിസ്ഥാനത്തിലാണ് നിർണയിക്കേണ്ടത് എന്ന ആവശ്യവുമായും അദ്ദേഹം കോടതിയെ സമീപിച്ചു. ഭാരതത്തിലെ 9 സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. എന്നാൽ അവിടെയും ന്യൂനപക്ഷാവകാശം വാങ്ങുന്നത് മറ്റു സമുദായങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. MP-മാർക്കും MLA-മാർക്കും എതിരായ ക്രിമിനൽ കേസുകൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ പിൻവലിക്കുന്നത് സർക്കാർ വിലക്ക് വന്നത് 2021 ഓഗസ്റ്റിൽ അദ്ദേഹം കൊടുത്ത ഒരു പൊതു താൽപര്യ ഹർജിയിൽ ഉണ്ടായ കോടതി വിധി അനുസരിച്ചാണ്. എന്തേ ഭാരതം ഇങ്ങനെയായി? മതേതരത്വത്തെ പ്രഘോഷിക്കുന്ന ഭരണഘടന ഒന്നുമില്ലാതെ ഹിന്ദു രാജാക്കന്മാർ ഭരിച്ച കാലത്തുപോലും ഭാരതത്തിൽ നിലനിന്നിരുന്ന മതസൗഹാർദ്ദത്തിന് മുറിവുണ്ടാക്കിയത് ആരാണ് എന്ന് സമൂഹം ആഴത്തിൽ ചിന്തിക്കുന്നു എന്നതിന്റെ അടയാളം കൂടിയല്ലേ നാടിന്റെ മനസ്സറിയുന്ന ഉപാധ്യായയുടെ ഈ ഹർജി. ഹർജി കോടതി തള്ളി എന്നതുകൊണ്ട് ജനഹൃദയങ്ങളിൽ ശക്തമാകുന്ന വികാരം ഇല്ലാതാവില്ല. മതേതരത്വ സംരക്ഷണങ്ങൾ മറയാക്കി ന്യൂനപക്ഷ സമൂഹങ്ങൾ അന്യായമായി നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്ന ഭയം ഭൂരിപക്ഷ സമൂഹത്തിൽ ശക്തമാകുന്നുണ്ട്. അത് വളർത്തിയെടുക്കുന്ന രാഷ്ട്രീയക്കാരും ഉണ്ട്. നിയമനങ്ങളിൽ പോലും മതപരമായ പരിഗണനകൾ വിഷയമാകുന്നു. ചിലർ ഭൂരിപക്ഷ വർഗീയത വോട്ടാക്കുമ്പോൾ വേറെ ചിലർ ന്യൂനപക്ഷ വർഗീയത വോട്ടാക്കി അധികാരം പിടിക്കുവാൻ നോക്കുന്നു. കോടതി പ്രകടിപ്പിച്ച ആശങ്ക എന്തായാലും എല്ലാ സംസ്ഥാനത്തും തന്നെ ഇനിയും പേരുമാറ്റങ്ങളും പുനഃനാമകരണങ്ങളും ഒക്കെ നടക്കില്ലേ? ഇക്കാര്യത്തിൽ BJPയോ കോൺഗ്രസോ DMKയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നും ഏറെ വ്യത്യാസമുണ്ടോ? തങ്ങൾക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ട നടപടികൾ പല കാരണം പറഞ്ഞ് അവർ ചെയ്യുന്നു. മലപ്പുറത്ത് ജില്ല വരെ ഉണ്ടാക്കിയത് സാക്ഷാൽ EMS അല്ലേ? മാപ്പിളസ്ഥാൻ ഉണ്ടാക്കുന്നതിനുള്ള തുടക്കമാണ് ഈ നീക്കമെന്ന് അന്ന് അതിനെ കുറ്റപ്പെടുത്തിയത് സാക്ഷാൽ കേളപ്പനായിരുന്നില്ലേ? പ്രതിപക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനടക്കം ന്യൂനപക്ഷം എന്നാൽ മുസ്ലിമുകൾ മാത്രമാകുന്നത് ഈ വോട്ട് ബാങ്ക് ഭീതി കൊണ്ടാണ്. വാസ്തവത്തിൽ ഭാരതത്തിലെ ജനസംഖ്യയിൽ 20% എത്തിയ മുസ്ലിം സമൂഹം ഭാരതത്തിലെ ഒരു പ്രബല സമുദായമാണ്. ലോകത്തിൽ ഏറ്റവും അധികം മുസ്ലിം ജനസംഖ്യ ഉള്ള നാടും ഭാരതമാണ്.
ഇതിന് പ്രധാന കാരണം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സുരക്ഷയാണ്. മറ്റു രാജ്യങ്ങളിൽ പരസ്പരം കൊന്ന് അതിശുദ്ധം നേടുന്ന വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ അതിന് സാധിക്കാത്തതുകൊണ്ട് അവർ പെരുകുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാർ പദ്ധതികളിലൂടെ അടക്കം സാക്ഷരതയിലും സമ്പത്തിലും ഔദ്യോഗിക പദവികളിലും അവർ മറ്റുള്ളവർക്കൊപ്പമോ മുകളിലോ ആകുന്നു. അതുകൊണ്ട് മുസ്ലിമുകൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായാൽ നാട്ടിലാകെ പ്രതിധ്വനികൾ ഉയരും. സമുദായ ബോധവും സംഘടനാ ശക്തിയും കായിക ശക്തിയും പണവും ഉള്ളതുകൊണ്ട് പ്രത്യാഘാതങ്ങൾ രൂക്ഷമാവുകയും ചെയ്യും. എന്നാൽ ക്രൈസ്തവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. 2022 നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി 600 ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായി. ക്രൈസ്തവർ എങ്ങും തിരിച്ചടിച്ചില്ല. പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. പോലീസ് പലപ്പോഴും കണ്ടില്ലെന്ന് നടിച്ചു. ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും പ്രതികരിച്ചതുമില്ല. ഇപ്പോൾ എല്ലാ കുറ്റവും BJPക്കെതിരെ പറയുന്നു. BJPക്കാരായ ഹിന്ദുക്കൾ ക്രൈസ്തവരെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. BJPയുടെ മതപരിവർത്തന നിയമങ്ങളും മറ്റും എല്ലാ സംസ്ഥാനത്തും ഇരകളാക്കുന്നത് ക്രൈസ്തവരെയാണ്. പക്ഷേ കോൺഗ്രസ് വ്യത്യസ്തമാണോ? കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലല്ലോ അടുത്ത കാലത്ത് ഏറ്റവും അധികം ക്രൈസ്തവ പീഡനം നടന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ അടുത്ത ദിവസങ്ങളിൽ നടന്ന കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ എന്തേ ഇതേക്കുറിച്ച് ഒരക്ഷരം ആരും പറഞ്ഞില്ല. 3 ദിവസം നീണ്ട കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിൽ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പൊതുവായി പറഞ്ഞപ്പോൾ ക്രൈസ്തവരെ ഓർത്തത് രമേശ് ചെന്നിത്തല മാത്രം. വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ ആസൂത്രിതവും വ്യാപകവുമായ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കർണാടകത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതും രമേശ് മാത്രം. തിരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവ വോട്ട് ബാങ്കുകൾക്കായി ബിഷപ്പ് ഹൗസുകൾ കയറിയിറങ്ങുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു. ക്രൈസ്തവർ എന്ന് പറഞ്ഞ് എത്തുന്നവർ പോലും പദവി ഉറപ്പിക്കാൻ സമുദായത്തിന്റെ കാര്യങ്ങൾ മൗനം പാലിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കുവാൻ ഉപാധികളില്ലാതെ പ്രതിപക്ഷ പാർട്ടികളുമായി സഹകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത് റായ്പൂർ പ്ലീനറിയുടെ നല്ല സൂചനയാണ്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാനല്ല, പ്രതിപക്ഷ നേതാവ് ആകാനെങ്കിലും ഈ സമീപനം സഹായകമാകും. 2014 2019 മോദിക്കെതിരെ പട നയിച്ച് തോറ്റ രാഹുലിനെ കൊണ്ട് പട നയിക്കാനാവില്ല എന്ന വാദവുമായി മാറി നിൽക്കുന്ന മമതയെയും നിതീഷിനെയും എല്ലാം കോർത്തിണക്കാൻ ഈ സമീപനത്തിന് സാധിക്കാം. താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന ഖാർഗെയ്ക്ക് കളിയും കളികളിലെ കളികളും വശമാകണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 421 സീറ്റിൽ മത്സരിച്ചെങ്കിലും കിട്ടിയത് 52 സീറ്റാണ്. 148 ഇടത്ത് കെട്ടിവച്ച കാശ് പോയി. ഈ സീറ്റുകളെല്ലാം വാശി പിടിച്ച് സ്വന്തമാക്കി തോറ്റതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന ചിന്ത കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തോൽവിയോ ഇനി ഈ വർഷം നടക്കാനിരിക്കുന്ന 9 നിയമസഭകളിലെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാവുന്ന തോൽവി സാധ്യതകളോ ഒന്നും വിഷയമാക്കേണ്ടതില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം ഉറപ്പിക്കാനാവുക. വിജയം താനെ എത്തിക്കൊള്ളും. അപകടം മണക്കുന്ന BJP തന്ത്രശാലികൾ ഇപ്പോൾ തന്നെ പലരെയും കൂടെ ആക്കിയിരിക്കും. സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിലുള്ള തർക്കം വീണ്ടും ശക്തമാകുന്നു. നിയമസഭ പാസാക്കിയെങ്കിലും ഒപ്പിടാത്ത 5 ബില്ലുകൾ നിയമമായിട്ടില്ല. ഗവർണർ അനുവദിക്കാത്തതുകൊണ്ട് ഒരു ബില്ല് അവതരിപ്പിക്കാൻ സർക്കാരിനായില്ല. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനത്തിലും ചാൻസലർ മുടക്കി. സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി സംബന്ധിച്ച തർക്കം തുടരുന്നു. ഗവർണർ വൈസ് ചാൻസലറായി നിയമിച്ച ഡോക്ടർ സിസ തോമസിനെ അവരുടെ ജോയിന്റ് ഡയറക്ടർ എന്ന ഔദ്യോഗിക പദവിയിൽ നിന്നും സർക്കാർ നീക്കി. പുതിയ നിയമനം കൊടുത്തില്ല. കഷ്ടപ്പാടിലായ സിസ ട്രിബ്യൂണലിനെ സമീപിച്ചു. പുതിയ നിയമനം തലസ്ഥാനത്ത് തന്നെ കൊടുക്കാൻ ട്രിബ്യൂണൽ ഉത്തരവായി. സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അവരെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ ചാൻസലർ റദ്ദാക്കുന്നു. കുട്ടികൾ സഹിക്കേണ്ടി വരുന്നു. അതാണ് ഈ കളിയുടെ ഫലം. അതിന് കണക്ക് പറയേണ്ടി വരുന്നത് സർക്കാരാവില്ലേ? വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ ചില നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട്. വലതുമുന്നണി ഭരിക്കുമ്പോൾ ഇടതും, അവർ ഭരിക്കുമ്പോൾ വലതും പക്ഷേ ഒന്നിനും സമ്മതിക്കില്ല. അതുകൊണ്ട് ഇക്കുറി പറയുന്ന ചെറിയ മാറ്റങ്ങളും നടപ്പാകുമോ എന്ന് കണ്ടറിയണം. KSRTCയിലെ ചോർച്ച തടയണം. പക്ഷേ തേങ്ങ ചോരുന്നത് കാണാത്തവർ എള്ള് ചോരുന്നത് കാണുമ്പോഴാണ് സംശയം. ചോർച്ച തങ്ങളുടെ പോക്കറ്റിലേക്ക് മാത്രം എന്ന കളി. BJP അവരുടെ നേതാവിനെ സംരക്ഷിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ദാവള്യം
കൂടുതൽ പ്രകാശമാനമാക്കുന്നതിനും ആസൂത്രിതമായ നീക്കങ്ങളാണ് നടത്തുന്നത്. പാചകവാതകത്തിന് ഒറ്റയടിക്ക് 100 രൂപയോളം കൂട്ടിയതിനെ പോലും ന്യായീകരിച്ചുകൊണ്ട് പിണറായിയുടെ സർക്കാർ കൂട്ടിയ 2 രൂപയുടെ സെസ്സിനെതിരെ ആവേശത്തോടെ പറയുകയാണ് അവർ. BJPയുമായി വല്ലാതെ പോരാടി നിന്ന ബംഗാളിലെ മമത ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ അത്ര സജീവമല്ല. അവരുടെ അടുത്ത് പോരാടി ജയിക്കാനാവില്ലെന്ന് മനസ്സിലായ BJPക്കാർ കൊൽക്കത്തയിലേക്ക് ആനന്ദബോസിനെ ഗവർണറായി നിയമിച്ചതുപോലുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. കൊൽക്കത്ത ദീദിക്ക് കൊടുത്ത് ഡൽഹി ഉറപ്പിക്കാനുള്ള കളിയല്ലേ വരാനിരിക്കുന്നത് എന്ന് കണ്ടറിയണം. ഏതായാലും മമതയും ബോസും ഇപ്പോൾ നല്ല അടുപ്പത്തിലാണ്. ആ അടുപ്പം മോദിയും അമിത്ഷായും മമതയും തമ്മിലാകുമോ എന്ന് കണ്ടറിയണം. സംസ്ഥാനങ്ങളിൽ എതിരാളികളെ നിശബ്ദമാക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം സജീവമാണ്. മോദിയെയും അദാനിയെയും ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും എന്ന മട്ടിലായി കാര്യങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗത്തിലെ പരാമർശങ്ങൾ പോലും നീക്കം ചെയ്യപ്പെട്ടു. കോൺഗ്രസ് വക്താവ് പവൻ ഖേരയെ റായ്പൂരിനുള്ള വിമാനത്തിൽ നിന്നും വലിച്ചിറക്കി അറസ്റ്റ് ചെയ്ത ധീരമായ നടപടികൾ. കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ പ്രതിഷേധം പാസാക്കി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം സജീവമായി. ഡൽഹിയിലെ വിവാദ മദ്യനയം സംബന്ധിച്ച കേസിൽ തടവിലായ ഡൽഹി ഉപമുഖ്യമന്ത്രി സിസോദിയ ഒരു സൂചന തന്നെയാണ്. അതിലൂടെ CBI നീങ്ങുന്നത് പ്രതിപക്ഷ ഐക്യത്തിന് നേതൃത്വം കൊടുക്കുന്ന തെലുങ്കാനയിലെ ഭാരത രാഷ്ട്രീയ സമിതിയുടെ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിലേക്കും MLC ആയ മകൾ കവിതയിലേക്കുമാണ്. കവിത ഉടനെ അറസ്റ്റിലാകും എന്ന മട്ടിലാണ് പ്രചരണങ്ങൾ. ഇനിയും അറസ്റ്റുകളും അത്തരം നീക്കങ്ങളും ഉണ്ടാകാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്ക് CBIയുടെ കൈകൾ എത്താൻ ഇനിയും രാഷ്ട്രീയമായ സാധ്യത കുറവാണ്. പിണറായി വീണാലും കേരളത്തിൽ ജയിക്കുന്നത് BJP അല്ലേ എന്നത് തന്നെ പ്രധാന കാരണം. ലോക്സഭയിലേക്ക് പിണറായി വിജയന് ജയിപ്പിക്കാനാവുന്ന സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനാണ് നഷ്ടമുണ്ടാക്കുക എന്നും BJPക്ക് അറിയാം. അതുകൊണ്ട് സ്വപ്നകഥകൾ ഇങ്ങനെ ആവേശം ചൊരിഞ്ഞ് കെട്ടടങ്ങാനാണ് കൂടുതൽ സാധ്യത. പിണറായി പോയാൽ കോൺഗ്രസ് ആവുമല്ലോ വരിക എന്നതാണ് പിണറായിയെ സംരക്ഷിക്കുന്ന പ്രധാന ഘടകം. അതല്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന മട്ടിൽ കർശന നടപടി ഉണ്ടാവുകയും പിണറായിയുടെ കൈകൾക്ക് പൂട്ടുവീഴുകയും ചെയ്താൽ സാഹചര്യം വല്ലാതെ മോശമാകും. ED അറസ്റ്റ് ചെയ്തിട്ടും മന്ത്രിസ്ഥാനത്ത് തുടർന്ന സിസോദിയയും സത്യേന്ദ്ര ജെയിനും പിണറായിക്ക് ആവേശകരമായ പ്രത്യാശ പകരുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയ അറസ്റ്റിന് രാജിവേണ്ട എന്ന വല്ലാത്ത ആദർശപരമായ നിലപാടിനുള്ള ന്യായീകരണം അവരുടെ രാജിയോടെ അത് പോയി. ഇനി സംഭവിക്കാനിരിക്കുന്നതിന് കാത്തിരിക്കണം. മോദിക്ക് വേണ്ടി ഇറങ്ങുന്ന ന്യായീകരണ തൊഴിലാളികളെക്കാൾ ആവേശത്തിലാണ് പിണറായിയുടെ സഖാക്കളായ ന്യായീകരണ തൊഴിലാളികൾ. പിണറായി പ്രഘോഷിക്കുന്ന പത്രസ്വാതന്ത്ര്യം തന്നെ മറ്റൊരു ഉദാഹരണം. പത്രസ്വാതന്ത്ര്യത്തിനെതിരെ ലോകത്ത് എവിടെ നടപടി ഉണ്ടായാലും പിണറായി പ്രതികരിക്കും. ശക്തമായ ഭാഷയിൽ അപലപിക്കും. ഏറ്റവും അവസാനമായി BBC-യുടെ ഇന്ത്യയിലെ ഓഫീസുകളിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയെയും പിണറായി ശക്തമായി അപലപിച്ചു. ഭാരതത്തിന് അന്തർദേശീയ തലത്തിൽ അവമതി ഉണ്ടാക്കുന്നതാണ് ഈ സംഭവം എന്നുവരെ അദ്ദേഹം പറഞ്ഞു. എല്ലാവരും കൈയടിച്ചു. എന്നാൽ അതേ പിണറായി കേരളത്തിലെ ഏഷ്യനെറ്റിലെ ബിനു വി ജോണിനെതിരെ കേസെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. കേന്ദ്ര തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഭാരത ബന്ദിനോട് അനുബന്ധിച്ച് കേരളത്തിൽ നടന്ന അതിക്രമങ്ങളെ കുറ്റപ്പെടുത്തി നടത്തിയ ചാനൽ കേസ്. ബന്ദ് ദിനത്തിൽ അമ്പലത്തിൽ പോയതിന് ഒരു ഓട്ടോറിക്ഷക്കാരനെ ഓട്ടോയിൽ നിന്നും പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തെ പരാമർശിച്ച് വിനു ചോദിച്ചു, ഈ സംഭവം സംഘടനാ നേതാവായ ഇളമരം കരീമിനാണ് സംഭവിക്കുന്നതെങ്കിലോ? തികച്ചും സ്വാഭാവികമായ ചോദ്യം. ആ ചോദ്യം തനിക്കെതിരായി ആക്രമണത്തിനുള്ള ആഹ്വാനമായി ചിത്രീകരിച്ച് വിനുവിനെതിരെ കേസെടുത്തത്. അക്കാര്യം അദ്ദേഹം അറിഞ്ഞതാകട്ടെ പാസ്പോർട്ട് വെരിഫിക്കേഷന് ചെന്നപ്പോൾ. പവൻ ഖേര വിമാനത്തിലെത്തിയപ്പോൾ വിവരം അറിഞ്ഞതുപോലെയായി വിനുവിന്റെ കാര്യവും. ഇപ്പോൾ വിനു കേസുമായി നടക്കുകയാണ്. എന്നിട്ടും പിണറായി പറയുന്നു മാധ്യമ സ്വാതന്ത്ര്യം അമ്പങ്കുരം പാലിക്കപ്പെടുന്ന നാടാണ് കേരളം എന്ന്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെന്ന് പ്രചരിപ്പിക്കുവാൻ പലരും നോക്കുന്നുണ്ട് എന്ന്. അതാണ് പിണറായിയുടെ പത്രസ്വാതന്ത്ര്യത്തിന്റെ മുഖം. സ്വപ്ന വ്യൂഹത്തിലായ മുഖ്യമന്ത്രി. ചേറിൽ നിന്ന് ചവിട്ടി ചേറിൽ പുതയുന്നവനെ പോലെ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണക്കടത്ത് കേസിൽ ഭേദിക്കുവാൻ ഉണ്ടായിരുന്ന സ്വപ്നവ്യൂഹത്തിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു കടക്കാനാകുന്നില്ല. 2020 ഒക്ടോബറിൽ കേസ് ആരംഭിക്കുന്ന കാലത്ത് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവളെ അറിയില്ല. എന്നാൽ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്ന കാലത്ത് 2022 ജൂൺ 15 മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി ഒരു കാര്യം പുറത്തുവിട്ടു. ഔദ്യോഗിക കാര്യങ്ങൾക്കായി സ്വപ്ന മുഖ്യമന്ത്രിയുടെ
ഔദ്യോഗിക വസതിയിൽ എത്തിയിട്ടുണ്ട്. നിയമസഭയിൽ ചോദ്യോത്തര വേളയിലും മുഖ്യമന്ത്രി ഇക്കാര്യം സമ്മതിച്ചു. ഇപ്പോൾ സ്വപ്നയുടെ ജോലി, കോൺസുലേറ്റിൽ നിന്നുള്ള രാജി, സ്പേസ് പാർക്കിലെ ജോലി എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞാണ് നടന്നതെന്ന ആരോപണം വന്നു. ED കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലും ഈ ആരോപണങ്ങൾ ഉണ്ട്. പിണറായി വിജയന്റെ ഭാര്യ കമലയ്ക്കും മകൾ വീണയ്ക്കും എതിരായി സ്വപ്ന പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നത്തക്ക വിധത്തിൽ കഥ പരിണമിക്കുന്നു. ഷേഖിന്റെ ഭാര്യയ്ക്ക് അരപ്പവന്റെ മാല സമ്മാനം കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ ശ്രമിച്ചു എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ എന്ന് പരിഹസിച്ച ന്യായീകരണക്കാർക്ക് എന്ത് പറയണം എന്നറിയാത്ത നിലയിലാവുകയാണ് കാര്യങ്ങൾ. കോൺഗ്രസിലെ മാത്യു കുഴൽനാടൻ യുക്തിഭദ്രമായി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രിയെ വല്ലാതെ കോപാകുലനാക്കുന്നു. ഒന്നും പറയാനാവാതെ വരുന്ന അദ്ദേഹം ഞാൻ നിഷേധിക്കുന്നു, പച്ചക്കള്ളം പറയുന്നു എന്നെല്ലാമാണ് തിരിച്ചടിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറയാതെ ഞാൻ നിഷേധിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കാനാവുക? മുഖ്യമന്ത്രി കുടുക്കിലായി എന്ന വിശ്വാസം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി പറയുന്ന ഓരോ വിശദീകരണത്തിനും ശക്തമായ തിരിച്ചടിയുമായി സ്വപ്നയെത്തും. അവരുടെ വാക്കുകൾക്ക് കൂടുതൽ വിശ്വാസ്യതയും കൈവരുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് EDയുടെ വിളി വന്നു. അദ്ദേഹം നിയമസഭ കൂടുന്നു എന്ന സാങ്കേതിക തടസ്സം പറഞ്ഞ് പോക്ക് ഒഴിവാക്കി. സാങ്കേതികത്വത്തിൽ എത്ര കാലം ഒളിക്കാനാവും? അറസ്റ്റ് ഭയന്നാണ് പോകാത്തത് എന്നാണ് പരിഹാസം. നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കൂടി അറസ്റ്റിലായാൽ എന്താവും സ്ഥിതി? 3 തവണ നോട്ടീസ് കൊടുക്കും. ചെന്നില്ലെങ്കിൽ അറസ്റ്റ് എന്നാണ് അവരുടെ നിയമം. അദ്ദേഹം സ്വപ്നയ്ക്ക് അയച്ചതെന്ന് പറയുന്ന വാട്സപ്പ് ചാറ്റുകളും പ്രചരിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ കൗ എന്ന് എഴുതാൻ പോലും അറിയില്ലേ എന്നാണ് അത് കണ്ട ചിലർ ചോദിച്ചത്. ശിവശങ്കറെ പോലെ EDയോട് വാ തുറക്കാതിരിക്കുവാൻ നോക്കിയാൽ അദ്ദേഹത്തെ പോലെ അറസ്റ്റിലാകാനും മതി. പ്രതിപക്ഷത്തെ മാത്യു കുഴൽനാടന്റെ നിയമസഭയിലെ പൂഴിക്കടകൻ അടികളെ നേരിടാനാവാതെയും മുഖ്യമന്ത്രി വിയർക്കുന്നു. കുഴൽനാടനെ കൂവിയിരുത്താൻ മന്ത്രിമാർ വരെ സഭയിൽ എഴുന്നേറ്റു. സഭ നിർത്തിവെക്കേണ്ടി വന്നു. 1967 KM മാണിയുടെ ഓർമ്മയാണ് കുഴൽനാടൻ ഉയർത്തുന്നത്. ആ കാലത്തിന് ശേഷം നിയമസഭയിൽ ഇത്തരം ഒരു അംഗം ഉണ്ടായിട്ടില്ലെന്ന് പറയാം. സഹായിക്കുവാൻ എത്തുന്നവർക്ക് പോലും വരുംപരായികകൾ അറിയാത്തതിന്റെ അപകടം ഉണ്ടാവുന്നു. കുഴൽനാടൻ സഭയിൽ വായിച്ച പേപ്പറുകൾ രേഖ മേശപ്പുറത്ത് വെക്കാൻ നിയമമന്ത്രി നടത്തിയ വെല്ലുവിളി അത്തരത്തിൽ ഒന്നായി. മിടുക്കന്മാർ കൂടെ ഇല്ലാത്തതിന്റെ അപകടം. മന്ത്രി പറഞ്ഞാലും അംഗം വെല്ലുവിളി സ്വീകരിച്ചാലും സ്പീക്കർ അംഗീകരിച്ചാൽ മാത്രമേ രേഖ സഭയിൽ വെക്കാനാവൂ. സഭയിൽ വെച്ചാൽ സഭയുടെ രേഖയായി, ഔദ്യോഗിക രേഖ. അത് ഉണ്ടായാൽ മുഖ്യമന്ത്രിക്കെതിരായ റിമാൻഡ് റിപ്പോർട്ട് സഭയുടെ രേഖയാകും. അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുഴൽനാടൻ തന്റെ സമ്മതം സഭയിൽ തന്നെ വെളിപ്പെടുത്തി. മുഖ്യമന്ത്രി വരെ സൂക്ഷിച്ചാണ് പ്രതികരിച്ചത്. പലതും എഴുതി വായിച്ചു, അതായത് വളരെ സൂക്ഷിച്ചു പറഞ്ഞു എന്ന്. സ്വപ്നയുമായി കണ്ടിട്ടില്ല, നിഷേധിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ തന്നെ മുൻകാല പ്രസ്താവനയ്ക്ക് എതിരായി. മുഖ്യമന്ത്രി സഭയിൽ നൽകിയ ഉത്തരത്തിൽ സ്വപ്ന വന്ന കാര്യവും ഔദ്യോഗിക ചർച്ച നടന്ന കാര്യവും സമ്മതിച്ചതാണ്. ചുരുക്കത്തിൽ വല്ലാതെ കുഴഞ്ഞ മണ്ണിൽ പെട്ട പോലെയാണ് മുഖ്യമന്ത്രി. പിന്നെ തനി രാഷ്ട്രീയ മറുപടി, പഴയ വിജയൻ ആയിരുന്നെങ്കിൽ എന്നൊക്കെ. പ്രതിപക്ഷ നേതാവ് വിട്ടില്ല. പഴയ വിജയനെയും പുതിയ വിജയനെയും ഞങ്ങൾക്ക് പേടിയില്ല എന്നായി തിരിച്ചടി. സ്വപ്ന സുരേഷും അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളും എന്തുമാത്രം ഗൗരവമുള്ളതാണ് എന്ന് ഇപ്പോൾ പറയാനാവില്ല. ഒരുപക്ഷെ അവയെല്ലാം കഴമ്പില്ലാത്തവ ആവും. പക്ഷേ അവരെ അറിയില്ലെന്നും കണ്ടിട്ടില്ലെന്നും പറഞ്ഞതെല്ലാം വലിയ വിഷയമാകുന്നു. 1977 കരുണാകരന് മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വന്നത് രാജൻ കേസിലെ രാജനെ അറിയില്ലെന്ന് പറഞ്ഞതിനാണ്. 1982 കരുണാകരൻ മന്ത്രിസഭയിൽ നിന്നും MP ഗംഗാധരന് രാജിവെക്കേണ്ടി വന്നത് ഏതാനും കോടികളുടെ പൈപ്പ് ഇടപാടിൽ. കരുണാകരന് വീണ്ടും രാജിവെക്കേണ്ടി വന്ന ചാരക്കേസോ പാമോയിലിൻ കേസോ ഒന്നും വലിയ അഴിമതികൾ ആയിരുന്നില്ല. KM മാണിക്ക് രാജിവെക്കേണ്ടി വന്നത് 1 കോടി രൂപയുടെ കേസിൽ. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സോളാർ കേസും വലിയ അഴിമതി ഒന്നുമായിരുന്നില്ല, പക്ഷേ ദുരന്തം ഉണ്ടാക്കി. അത്തരം ഒരു ദുരന്തത്തിലേക്കാണോ സ്വപ്നയുടെ കേസും എത്തുന്നത് എന്നതാണ് ചോദ്യം. കേരളത്തിലെ പഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിയുടെ കൈകളിൽ നിന്നും 6 സീറ്റ് തിരിച്ചുപിടിക്കുവാൻ ജനാധിപത്യ മുന്നണിക്കായത് നല്ല സൂചനയാണ്. ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ് ചോർച്ച. മാണിയുടെ കോട്ടയായ കോട്ടയം ജില്ലയിലെ
വയനാലിൽ പോലും മാണി തോറ്റു, അതും 282 വോട്ടിന്. ഒരു പഞ്ചായത്ത് വാർഡിലെ തോൽവിയാണ്. പാലായിലെ മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗം നേടിയ വിജയത്തിന്റെ പ്രതിഫലനം കൂടിയാവണം ഈ തോൽവി. ജനങ്ങളിൽ ഇടതു വികാരം ശക്തമാകുന്നുണ്ട്. വികാരം കൊണ്ട് മാത്രം നിയമസഭയിൽ ജയിക്കില്ല. ജനസമൂഹങ്ങളെ മാറ്റിയെടുക്കാനാവണം. 1969 കരുണാകരൻ ഇടതുമുന്നണി പൊളിച്ചാണ് വിജയിച്ചത്. 1976 പ്രതിപക്ഷ മുന്നണി പൊളിച്ച് കേരള കോൺഗ്രസിനെ അകത്തുകയറ്റി വീണ്ടും ശക്തി നേടി. ആ മുന്നണി പൊളിച്ചാണ് 1979 ഇന്നത്തെ ഇടതുമുന്നണി അധികാരം പിടിച്ചത്. 1980 ആ ഇടതുമുന്നണി കരുണാകരൻ പൊളിച്ചു. ആന്റണിയെയും മാണിയെയും പുറത്താക്കി. 1987 വലതുമുന്നണി അന്തചിത്രത്തിൽ പടവെട്ടി. ജോസഫും മാണിയും 1996 UDF പിളർത്തി ജോസഫ് പുറത്തിറങ്ങി. വീണ്ടും ഇടതുജയം ഉണ്ടായി. 2011 ഇടതുമുന്നണി പിളർന്നു. RSP ജനതാദൾ 2016 UDFിൽ കലാപം. പിള്ള ഇടത് എത്തി. ജോസഫിലെ ഒരു വിഭാഗം ഇടത്തെത്തി. ആന്റണി രാജുവിന്റെ പാർട്ടി അവർ ആരും ജയിച്ചില്ലെങ്കിലും ഇടതുമുന്നണിയെ ജയിപ്പിക്കാൻ അവർ നന്നായി സഹായിച്ചു. 2016 മാണിയെ നിഗ്രഹിക്കുവാൻ കോൺഗ്രസ് നോക്കി. വലിച്ചും ചതിച്ചും എല്ലാം ചെറുതാക്കി. 2021 മാണി ഇടത്തായി. അതാണ് ഇന്നത്തെ സ്ഥിതി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ UDFിന് കിട്ടിയ ജയം നല്ല അടയാളമാണ്. പക്ഷെ നിയമസഭയിൽ ജയിക്കുവാൻ കൂടുതൽ കരുക്കൾ നീക്കണം. സർക്കാർ നടത്തുന്ന അഴിമതിയും മോഷണവും ഒക്കെ തെറ്റാണ്. പക്ഷേ അതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നവൻ ഉറച്ചു നിൽക്കും. അവന് തുടർ സംരക്ഷണം വേണം. അത് കിട്ടുന്ന മോഷ്ടാവ് സംരക്ഷിക്കുന്നതിന് ഒപ്പം. അതാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പ് തരുന്ന അമ്പരപ്പിക്കുന്ന പാഠങ്ങളുടെ പിന്നാമ്പുറം. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.